ഒമാനിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ 2 മലയാളികൾക്കാണ് ദാരുണാന്ത്യമുണ്ടായത്. പാലക്കാട്ട് തൃത്താല സ്വദേശികളായ ഷംല, യൂസഫ് എന്നിവരാണ് മരിച്ചത്. ഇവരുടെ മാതാവ് റംലയ്ക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. 4 കുട്ടികൾ ഉൾപ്പെടെ 6 പേർ രക്ഷപ്പെട്ടു. ഒമാനിലെ ഇൻകാസ് നേതാവ് ലുബിഷാദിന്റെ ഭാര്യയാണ് ഷംല. എസ് രഞ്ജിത്ത് ഉണ്ട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം. രഞ്ജിത്ത്, ഇങ്ങനെ ഒരു മിന്നൽ പ്രളയം ഉണ്ടായി, അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും ജീവനഷ്ടമുണ്ടായത് മലയാളികൾക്കാണ് എന്ന വിവരം ഇപ്പോഴാണ് ഉണ്ടാകുന്നത്. ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലും തുടരുകയാണ്. ഔദ്യോഗികമായി കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അതെ, തീർച്ചയായും അത് ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ പ്രളയത്തിൽപ്പെട്ടാണ് 2 മലയാളികൾക്ക് ജീവൻ നഷ്ടമായി. ഈ 2 പേരുടെ മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. തൃത്താല കുറ്റനാട് സ്വദേശി യൂസഫ്, 38 വയസ്സാണ് യൂസഫിന്റെ പ്രായം. തൃത്താല കൊറ്റപ്പാടം സ്വദേശി ഷംല, 32 വയസ്സാണ് പ്രായം. ഈ 2 പേരുടെ മരണം ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ യൂസഫിന്റെ മാതാവ്, ഈ വാഹനത്തിലുണ്ടായിരുന്ന മാതാവ് റംലയെ അപകടത്തിൽ കാണാതായിട്ടുണ്ട്. റംലയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് അവിടെ നിന്ന് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ഒമാനിലെ ഇൻകാസ് നേതാവ് ലുബിഷാദിന്റെ ഭാര്യയാണ് ഈ മരിച്ച റംല. ഈ 2 കുടുംബങ്ങൾ ഒരുമിച്ചാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അതായത് യൂസഫിന്റെയും ലുബിഷാദിന്റെയും കുടുംബം ഒരുമിച്ച് പെരുന്നാൾ ആഘോഷിക്കാൻ പോയതായിരുന്നു. ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി അവർ തിരിച്ചു വരുന്ന വഴിക്കാണ് അപകടമുണ്ടായത്. മിന്നൽ പ്രളയത്തിൽ വാഹനം പെടുകയായിരുന്നു. ഈ വാഹനം ഏകദേശം 2 കിലോമീറ്ററോളം അകലെ നിന്നാണ് ഈ വാഹനം തന്നെ കണ്ടെത്തിയത്. ഈ വാഹനത്തിൽ ആകെ 9 പേരുണ്ടായിരുന്നു. ഇതിൽ 4 കുട്ടികൾ ഉൾപ്പെടെ 6 പേരെ രക്ഷപ്പെടുത്തിയെന്നും ഇപ്പോൾ ഔദ്യോഗികമായ വിവരം ലഭിക്കുകയാണ്. എന്തായാലും ഇപ്പോഴും ശക്തമായ മഴ ഒമാന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. കുടുങ്ങിക്കിടക്കുമ്പോൾ ആളുകൾ ചേർന്ന് രക്ഷിക്കുകയായിരുന്നോ? ഈ റംലയെ എപ്പോഴാണ് കാണാതായത്? അതായത് ഈ അപകടം നടന്നത് പുലർച്ചെയാണ്. ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി മടങ്ങി വരുന്ന വഴിക്കാണ് അപകടമുണ്ടായത്. പെട്ടെന്നുണ്ടായ പ്രളയമായിരുന്നു. അതിൽ ഈ വാഹനം അകപ്പെടുകയായിരുന്നു. അതിനുശേഷം സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. നിരവധി വാഹനങ്ങൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായി. സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ അവർക്ക് വേണ്ടി തെരച്ചിൽ നടത്തി, വാഹനം പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. അപ്പോഴാണ് ഈ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിലൊരാൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ യൂസഫ്, 38 വയസ്സ്, തൃത്താല കൊറ്റപ്പാട സ്വദേശി ഷംല, 32 വയസ്സ്. ഈ 2 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ഒപ്പം തന്നെ സിവിൽ ഡിഫൻസ് വിഭാഗം ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന 6 പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ആകെ 9 പേർ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു. അതിൽ 6 പേരെ, കുട്ടികൾ ഉൾപ്പെടെ 6 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. ഇതാണിപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന ഔദ്യോഗിക വിവരം. ഒമാനിലുണ്ടായ മിന്നൽ പ്രളയത്തിലാണ് 2 മലയാളികൾക്ക് ജീവനഷ്ടമുണ്ടായിരിക്കുന്നത്. ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയുമാണ്.